രാമായണം ക്വിസ്. ആരണ്യകാണ്ഡത്തിൽ നിന്നുള്ള മുഴുവൻ ചോദ്യോത്തരങ്ങൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ പുതിയ വീഡിയോകൾ മിസ് ചെയ്യാതിരിക്കാനായി ബെൽ ഐക്കണും അമർത്തൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കൂ. കമന്റുകൾ വഴി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കൂ. വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അത്രി മഹർഷിയുടെ ആശ്രമം പിന്നിട്ട ശേഷം ശ്രീരാമാദികൾ പ്രവേശിച്ചത് ഏതു വനത്തിലേക്കാണ്? ഉത്തരം ദണ്ഡകാരണ്യം. ശ്രീരാമന്റെ വനവാസം വർണ്ണിക്കുന്നത് രാമായണത്തിലെ ഏതു കാണ്ഡത്തിലാണ്? ഉത്തരം ആരണ്യകാണ്ഡം. ദണ്ഡകാരണ്യത്തിൽ പ്രവേശിച്ച ഉടനെ ശ്രീരാമാദികളെ എതിരിട്ട രാക്ഷസൻ ആരായിരുന്നു? ഉത്തരം വിരാധൻ. ശ്രീരാമസന്നിധിയിൽ വെച്ച് ദേഹത്യാഗം ചെയ്ത് മോക്ഷം ലഭിച്ച മഹർഷി ആരായിരുന്നു? ഉത്തരം ശരഭംഗ ഋഷി. സുധീഷ്ണ മഹർഷി ആരുടെ ശിഷ്യനാണ്? ഉത്തരം അഗസ്ത്യ മഹർഷിയുടെ. കുംഭസംഭവൻ എന്ന പേരുള്ള മഹർഷി ആരായിരുന്നു? ഉത്തരം അഗസ്ത്യ മഹർഷി. ശ്രീരാമൻ മഹർഷിമാരുടെ രക്ഷയ്ക്കായി എന്ത് ചെയ്യാമെന്നാണ് സത്യം ചെയ്തത്? ഉത്തരം സർവരാക്ഷസവധം. ജംഭാരി ഏതു ദേവന്റെ പേരായിരുന്നു? ഉത്തരം ദേവേന്ദ്രൻ. അഗസ്ത്യാശ്രമം പിന്നിട്ട് യാത്ര തുടർന്ന ശ്രീരാമൻ കണ്ടുമുട്ടിയത് ഏതു പശുശ്രേഷ്ഠനെയായിരുന്നു? ഉത്തരം ജടായു. ജടായു ആരുടെ പുത്രനാണ്? ഉത്തരം അരുണന്റെ പുത്രൻ. ജടായുവിന്റെ സഹോദരൻ ആര്? ഉത്തരം സമ്പാതി. ശ്രീരാമനും സീതാദേവിയും ലക്ഷ്മണനും കൂടെ ആശ്രമം പണിത് താമസിച്ചത് എവിടെയായിരുന്നു? ഉത്തരം പഞ്ചവടി. പഞ്ചവടിയിൽ ശ്രീരാമന്റെ ആശ്രമത്തിന് സമീപം ഉണ്ടായിരുന്ന നദി ഏത്? ഉത്തരം ഗോദാവരി. പഞ്ചവടിക്ക് ആ പേര് വന്നത് എങ്ങനെ? ഉത്തരം 5 വടവൃക്ഷങ്ങൾ ഉള്ളതിനാൽ. വടവൃക്ഷം എന്നാൽ എന്ത്? ഉത്തരം പേരാൽ. പഞ്ചവടിയിൽ താമസിക്കവേ ശ്രീരാമനെ സമീപിച്ച രാക്ഷസി ആരായിരുന്നു? ഉത്തരം ശൂർപ്പണഖ. ഖരദൂഷണ ശിരാക്കന്മാർ ആരാണ്? ഉത്തരം ഖരൻ, ദൂഷണൻ, ത്രിശിരസ് രാക്ഷസന്മാർ. ശൂർപ്പണഖയുടെ മൂക്ക് ആരാണ് അരിഞ്ഞത്? ഉത്തരം ലക്ഷ്മണൻ. ഖരനും ദൂഷണനും എവിടെയാണ് താമസിച്ചിരുന്നത്? ഉത്തരം ജനസ്ഥാനം. ശ്രീരാമൻ ഖരനെയും ദൂഷണനെയും എങ്ങനെ സംഹരിച്ചു? ഉത്തരം യുദ്ധത്തിലൂടെ.
ഖരദൂഷണ ശിരാക്കളെ ശ്രീരാമൻ വധിച്ച വാർത്തയറിഞ്ഞ മഹർഷിമാർ ലക്ഷ്മണന്റെ കയ്യിൽ കൊടുത്ത പ്രധാനപ്പെട്ട വസ്തുക്കൾ എന്തെല്ലാം? ഉത്തരം: അങ്കുലീയം, ചൂഡാരത്നം, കവചം. ഖരനും സഹോദരന്മാരും ശ്രീരാമനോട് എതിരിട്ടപ്പോൾ സൈന്യത്തിൽ എത്ര രാക്ഷസന്മാർ ഉണ്ടായിരുന്നതായി പരാമർശിക്കുന്നു? ഉത്തരം: 14,000 രാക്ഷസന്മാർ. ശ്രീരാമാദികൾക്ക് മഹർഷിമാർ കൊടുത്ത ചൂഡാരത്നം ആരാണ് ധരിച്ചത്? ഉത്തരം: സീതാദേവി. ശ്രീരാമാദികൾക്ക് മഹർഷിമാർ കൊടുത്ത കവചം ആര് ധരിച്ചു? ഉത്തരം: ലക്ഷ്മണൻ. ശ്രീരാമാദികൾക്ക് മഹർഷിമാർ കൊടുത്ത വസ്തുക്കളിൽ അങ്കുലീയം ആരാണ് ധരിച്ചത്? ഉത്തരം: ശ്രീരാമൻ. ഖരദൂഷണാദികൾ വധിക്കപ്പെട്ട വിവരം ശൂർപ്പണഖ ആരെയാണ് ധരിപ്പിച്ചത്? ഉത്തരം: രാവണനെ. ശ്രീരാമനെ ലങ്കയിലേക്ക് വരുത്തുവാൻ രാവണൻ കണ്ടുപിടിച്ച മാർഗം എന്തായിരുന്നു? ഉത്തരം: സീതയെ അപഹരിക്കുക. സീത അപഹരണത്തിനായി രാവണൻ ആരുടെ സഹായമാണ് തേടിയത്? ഉത്തരം: മാരീചന്റെ. മാരീചന്റെ മാതാവ് ആരായിരുന്നു? ഉത്തരം: താടക. മാരീചൻ എന്ത് ഭയപ്പെട്ടിട്ടാണ് രാവണന്റെ നിർദ്ദേശം അനുസരിക്കാൻ ഒരുങ്ങിയത്? ഉത്തരം: രാവണനാലുള്ള വധം. മാരീചൻ എന്ത് രൂപം ധരിച്ചായിരുന്നു ശ്രീരാമന്റെ ആശ്രമ പരിസരത്ത് സഞ്ചരിച്ചിരുന്നത്? ഉത്തരം: പൊന്മാൻ. പൊന്മാനെ കണ്ടപ്പോൾ അത് രാക്ഷസന്റെ മായാപ്രയോഗമാണ് എന്ന് രാമനോട് പറഞ്ഞത് ആര്? ഉത്തരം: ലക്ഷ്മണൻ. പൊന്മാനിനെ പിടിക്കാനായി ശ്രീരാമനോട് ആവശ്യപ്പെട്ടത് ആരായിരുന്നു? ഉത്തരം: സീതാദേവി. സാക്ഷാൽ സീതയെ എവിടെ മറച്ചുവെച്ചായിരുന്നു ശ്രീരാമൻ മായാസീതയെ ആശ്രമത്തിൽ നിർത്തിയത്? ഉത്തരം: അഗ്നിയിൽ. ശ്രീരാമൻ പൊന്മാനിനെ പിടിക്കാനായി പോയപ്പോൾ സീതാദേവിക്ക് കാവലായി നിർത്തിയത് ആരെയായിരുന്നു? ഉത്തരം: ലക്ഷ്മണനെ. മാരീചനെ നിഗ്രഹിച്ചത് ആരായിരുന്നു? ഉത്തരം: ശ്രീരാമൻ. മാരീചൻ മരിച്ചു വീഴുമ്പോൾ ആരെയായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്? ഉത്തരം: ലക്ഷ്മണനെ. സീത ലക്ഷ്മണനെ ശ്രീരാമന്റെ സമീപത്തേക്ക് അയച്ചത് എന്ത് ഭയപ്പെട്ടിട്ടായിരുന്നു? ഉത്തരം: ശ്രീരാമന് അപകടം സംഭവിച്ചുവെന്ന്. ലക്ഷ്മണൻ ആശ്രമം വിട്ട് ശ്രീരാമന്റെ അടുത്തേക്ക് പോയപ്പോൾ ആശ്രമത്തിൽ ചെന്നത് ആരായിരുന്നു? ഉത്തരം: രാവണൻ. രാവണൻ സീതയുടെ അടുത്ത് ചെന്നത് ഏത് രൂപത്തിലായിരുന്നു? ഉത്തരം: ഭിക്ഷു, സന്യാസി. രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ എതിരിട്ട പക്ഷിശ്രേഷ്ഠൻ ആരായിരുന്നു? ഉത്തരം: ജടായു. രാവണന്റെ ഖഡ്ഗത്തിന്റെ പേരെന്ത്? ഉത്തരം: ചന്ദ്രഹാസം.
ശബരി ആര്? ഉത്തരം: രാമഭക്തയായ ഒരു സ്ത്രീയായിരുന്നു ശബരി. ശബരി ആരുടെ ശിഷ്യയായിരുന്നു? ഉത്തരം: മദംഗമുനി. ശബരി ശ്രീരാമന്റെ വരവിനായി എന്ത് ചെയ്തു? ഉത്തരം: ദീർഘകാലം കാത്തിരുന്നു. ശബരിയുടെ ആശ്രമം എവിടെയാണ്? ഉത്തരം: പമ്പാ നദിയുടെ തീരത്ത്. ശബരിയുടെ ഭക്തി എന്തിന് ഉദാഹരണമാണ്? ഉത്തരം: നിഷ്കപട ഭക്തി. ശബരി ശ്രീരാമലക്ഷ്മണന്മാർക്ക് എന്താണ് നൽകിയത്? ഉത്തരം: ഫലമൂലാദികൾ. സീതാന്വേഷണത്തിൽ ആരുമായി സഖ്യം ചെയ്യാനാണ് ശബരി ശ്രീരാമനോട് പറഞ്ഞത്? ഉത്തരം: സുഗ്രീവനുമായി.